യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ. ആരാധന 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 ആരാധന. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ജനകോടികൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുന്ന അടുത്തേക്ക്, യേശുവിൻ്റെ അടുത്തേക്ക് കർത്താവെ ഞങ്ങളെ പിടിച്ചു വലിക്കണമേ. മാലാഖമാരോട് ചേർന്ന് എല്ലാ വിശുദ്ധന്മാരോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. മാലാഖ വൃന്ദങ്ങളുടെ അകമ്പടിയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രവാചകന്മാരെ കടന്നു വരണമേ, സ്ലീഹന്മാരെ കടന്നു വരണമേ, വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ നിങ്ങളോട് ചേർന്ന് ഞങ്ങളും അവിടുത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ആരാധന എല്ലാവരും സ്തുതിക്കുക, അതരം തുറന്ന് സ്തുതിക്കുക, മനമുയർത്തി കഥാന് സ്തുതിക്കുക, കരങ്ങൾ ഉയർത്തി കഥാന് സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു. ആരാധന 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 ആരാധന. യേശുവേ 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 യേശുവേ. ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ആത്മജ്വാല ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദാഹിച്ചു നിൽക്കുന്ന സർവരെയും നിൻ്റെ കരങ്ങൾക്ക് പൂർണ്ണമായി അർപ്പണം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ തിരുമുഖത്തേക്ക് ഞങ്ങൾ ഉറ്റുനോക്കുന്നു, നിൻ്റെ തിരുഹൃദയത്തേക്ക് ഞങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നു. പ്രിയപ്പെട്ട മകളെ, ദൈവഹിതം തിരിച്ചറിയാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാൻ ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ട് ഈശോ നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാണ്. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാൻ ചില ഓർമ്മപ്പെടുത്തലുകളുമായി ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ പക്കലേക്ക് കടന്നു വരികയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നു, ദൈവത്തിൻ്റെ കരം, ദൈവകരത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 9-ാം വാക്യത്തിൽ ശ്രദ്ധേയമായ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരാണ് ഒരു ധനികൻ? ആരാണ് ഒരു ദരിദ്രൻ? വചനം പറയുന്നു, വചനം പഠിപ്പിച്ചു തരുന്നു, ചുവന്ന പട്ടും മൃദുലമായ വസ്ത്രങ്ങളും ധരിക്കുന്നവനും സുഭിക്ഷമായി ഭക്ഷിച്ച് എല്ലാ ദിവസവും ആനന്ദിച്ച് തിമർക്കുന്നവനാണ് ധനികൻ. ആരാണ് ദരിദ്രനെന്ന് എഴുതി വച്ചിരിക്കുന്നു? അവൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞവൻ, വസ്ത്രം പോലും ധരിക്കാൻ പറ്റാതെ, ഒന്നുമില്ലാത്തവൻ, ഒന്നും ആകാത്തവൻ, അവനാണ് ദരിദ്രൻ. എൻ്റെ മക്കളെ, ലൗകിക സമ്പത്തല്ല, ലൗകികമായിരിക്കുന്ന സമ്പത്തല്ല, മറിച്ച് ദൈവരാജ്യ പ്രബോധനത്തിൻ്റെ മാനദണ്ഡം, മറിച്ച് ദൈവാശ്രയ ബോധമാണ്. ലൗകിക സമ്പത്തല്ല ദൈവരാജ്യ പ്രബോധനത്തിൻ്റെ മാനദണ്ഡം, മറിച്ച് ദൈവാശ്രയ ബോധമാണ്. നമ്മൾ ആ തിരുലിഖിതത്തിൽ വായിക്കുന്നുണ്ട്, ലാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ലാസർ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ദൈവാശ്രയ ബോധമുള്ളവൻ. ദൈവത്തിൽ നിന്ന്, ദൈവത്തിൽ ആശ്രയിച്ച് ധാരാളം അനുഗ്രഹങ്ങൾ വാങ്ങിയവരല്ലേ നമ്മൾ. നല്ലൊരു കുടുംബം, നല്ലൊരു ജീവിത പങ്കാളി, നല്ല മക്കൾ, താമസിക്കാൻ സുഖപ്രദമായൊരു ഭവനം, സഞ്ചരിക്കാൻ വാഹനങ്ങൾ, ആത്മീയമായ കൃപകൾ ഒക്കെ ഏറ്റുവാങ്ങി. അതൊക്കെ ദൈവത്തിൽ നിന്ന് കിട്ടിയ സഹായങ്ങളാണ്. ശ്രദ്ധിക്കുക, സമ്പത്ത്
ദൈവത്തിൻ്റെ ദാനമാണ്. ദാരിദ്ര്യവും ദൈവത്തിൻ്റെ ദാനമാണ്. സമ്പന്നനായിരിക്കുക ദരിദ്രനായിരിക്കുക എന്നതും ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് നമ്മൾ വിശ്വസിക്കണം. ലൗകികമായ സമ്പത്ത് മാത്രമല്ല, ആത്മീയമായ സമ്പത്ത് ദൈവം നമുക്ക് തന്നിട്ടില്ലേ? സമ്പന്നനായിരുന്നാലും ദരിദ്രനായിരുന്നാലും അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ എഴുതി വയ്ക്കണം. എൻ്റെ മക്കളെ, ദൈവം കൂടെയുള്ളവനും സ്നേഹം, കരുണ, ത്യാഗം, ക്ഷമ ഇതൊക്കെ ഹൃദയത്തിലുള്ളവരാണ് യഥാർത്ഥമായ സമ്പന്നർ. ശ്രദ്ധിച്ചോ? സ്നേഹം, കരുണ, ദയ, നന്മ, ക്ഷമ, ത്യാഗം ഇതൊക്കെ ഹൃദയത്തിലുള്ളവരാണ് യഥാർത്ഥത്തിൽ സമ്പന്നർ. ഇത് വിതരണം ചെയ്യുന്നവരാണ് സമ്പന്നരെന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം എത്ര പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ഹൃദയത്തിലെ കരുണ എത്ര പേർക്ക് പങ്കിട്ട് കൊടുത്തിട്ടുണ്ട്? എത്ര പേരോട് ദയയോടുകൂടി പെരുമാറിയിട്ടുണ്ട്? എത്ര പേരോട് നമ്മൾ ക്ഷമിച്ചിട്ടുണ്ട്? എത്ര പേർക്ക് വേണ്ടി നമ്മൾ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്? ഇത് വിതരണം ചെയ്യുന്നവരെയാണ് സമ്പന്നർ എന്ന് നാം വിളിക്കുന്നത്. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലേക്ക് തന്ന ഈ ആത്മീയമായ സമ്പത്ത് നീ വിതരണം ചെയ്യുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ നീ സമ്പന്നനാണ്. എന്നെ സഹായിക്കാൻ ആര് വരും എന്ന് ചിന്തിച്ചിരിക്കാതെ ഞാൻ സഹായിക്കേണ്ടവരായി ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നമുക്ക് ആവുന്നത് പോലെ സഹായിച്ച് ദൈവത്തിൻ്റെ കരങ്ങളായി മാറുക. എന്നെ സഹായിക്കാൻ ആരാ വരാ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കാതെ ഞാൻ സഹായിക്കേണ്ടവരായി ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നമുക്ക് പറ്റുന്നത് പോലെ സഹായിക്കാൻ നാം ഒരുമ്പെടുമ്പോൾ നമ്മുടെ കൈകൾ ദൈവത്തിൻ്റെ കരങ്ങളായി മാറുകയാണ്. കണ്ണീരോടുകൂടി കഴിയുന്ന ഒരു കുടുംബത്തിലേക്ക് ഒരു സ്നേഹത്തിൻ്റെ തൂവൽ സ്പർശമായി കടന്നു ചെല്ലുമ്പോൾ യേശുവിൻ്റെ കരമായി മാറുകയാണ്. പരീക്ഷയിൽ തോറ്റ് ബിസിനസ്സിൽ തകർന്ന് ആകെ കൂപ്പുകുത്തി നിൽക്കുന്ന ഒരു ഭവനത്തിൽ കടന്നു ചെന്ന് സ്നേഹത്തോടെ തോളിൽ നിന്ന് തട്ടിക്കൊണ്ട് കുശലാന്വേഷണം അന്വേഷിക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ കരമായി മാറുകയാണ്. എത്ര വലിയ തകർച്ചയിലും എത്ര വലിയ നാശനഷ്ടങ്ങളിലും രോഗദുരിതങ്ങളിലും സാമ്പത്തികമായ ഞെരുക്കത്തിലും ഒന്ന് കടന്നു ചെന്ന് അവൻ്റെ സന്നിധിയിലേക്ക് ആശ്വാസത്തിൻ്റെ കരവുമായി കടന്നു ചെല്ലുമ്പോൾ നീ ദൈവത്തിൻ്റെ കരമായി മാറുകയാണ്. നമുക്കറിയാമോ, നാം സഹായിക്കുന്നതിൻ്റെ 10 ഇരട്ടിയാണ് ദൈവം നമ്മെ സഹായിക്കുന്നത്. വേണമെങ്കിൽ നാം സഹായിക്കുന്നതിൻ്റെ ഇരട്ടി സമ്പത്ത്, ഭൗതികമായ സമ്പത്ത്, ആത്മീയമായ സമ്പത്ത് നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ആൾബലത്തിലല്ല, പ്രശസ്തിയിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ ആശ്രയം വയ്ക്കാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളായി നമ്മൾ മാറും. ഞാൻ ഓർമ്മിക്കുകയാണ്, ഒരിക്കൽ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ദമ്പതി യെരൂശലേം വചന കൂടാരത്തിൽ വന്ന് കരഞ്ഞ് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞ ഒരു ദിവസം. പോകുന്ന സമയത്ത് അവർ അല്പം പണം ഇവിടെ തന്നിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാത്ത മക്കളുടെ വൈദ്യശാസ്ത്ര സഹായത്തിനായി ഈ പണം വിനിയോഗിക്കുക. അങ്ങനെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് നൽകുകയുണ്ടായി. ഓർക്കുകയാണ്, 1 വർഷം കഴിഞ്ഞപ്പോൾ ആ സഹായഹസ്തം നീട്ടിയ ആ ദമ്പതികൾ ദൈവം നൽകിയ സ്നേഹസമ്മാനമായ കുഞ്ഞിനെ ജെറൂസലം അൾത്താരയിൽ സാക്ഷ്യം നൽകിയ ദിവസം
എൻ്റെ മനസ്സിൽ ഇന്നും തളിരിട്ട് നിൽക്കുന്നുണ്ട്. വേറൊരവസരത്തിൽ ഒരപ്പനും അമ്മയും തൻ്റെ പ്രിയപ്പെട്ട മകനുമായി കടന്നു വന്ന് ഒത്തിരിയേറെ സങ്കടങ്ങൾ പറഞ്ഞു. കുടുംബത്തിന് പ്രതിസന്ധി, മകന് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, കോൺസെൻട്രേഷൻ ഇല്ല, പഠിച്ചത് ഓർമ്മ കിട്ടുന്നില്ല, പരീക്ഷ എഴുതിയിട്ട് മാർക്ക് കിട്ടുന്നില്ല. ഈ സങ്കടങ്ങൾ പറഞ്ഞതിന് ശേഷം ആ അപ്പച്ചൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് 1 മാസത്തെ ഫീസെങ്കിലും എനിക്ക് നൽകാൻ താല്പര്യമുണ്ട്. ആ പണം 1 മാസത്തെ ഫീസ് അടയ്ക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിന് എത്തിച്ചു കൊടുത്തത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചത് ദൈവമക്കൾക്കായി പങ്കിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളായി മാറും. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓർമ്മക്കുറിപ്പ് നമ്മോട് പറയുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ അപേക്ഷ വയ്ക്കട്ടെ, ചോദിക്കട്ടെ എന്നിങ്ങനെ നിബന്ധന വയ്ക്കാതെ ഒരു പാവപ്പെട്ടവനെ സഹായിക്കാൻ നീ മനസ്സ് കാണിച്ചാൽ നമ്മുടെ കരം കർത്താവിൻ്റെ കരമായി മാറും. സഹായിച്ചു കഴിഞ്ഞാൽ നാം ആരെയാണ് സഹായിച്ചത്, അവരെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ അതൊരു പൈശാചികമായ ബന്ധനമാണെന്ന് നീ തിരിച്ചറിയുക. സഹായം സ്വീകരിച്ചവർ വിചാരിച്ചതുപോലെ പെരുമാറാതെ വരുമ്പോൾ സഹായ കാര്യം പറഞ്ഞ് കണക്ക് പറഞ്ഞ് ആ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഈശോ പറഞ്ഞില്ലേ, ഈ എളിയവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. 2 സാധ്യതകൾ ദൈവം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരികയാണ്. ഒന്നുകിൽ ദൈവത്തോടൊപ്പം നീങ്ങുക, അല്ലെങ്കിൽ ദൈവത്തിനെതിരായി നീങ്ങുക. വിശാലമായ വഴിയിലൂടെ കടന്ന്, വിസ്തൃതമായ വാതിലിലൂടെ കടന്ന് കെടാത്ത അക്തിയിൽ പതിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇടുങ്ങിയ വഴിയിലൂടെ കടന്ന് ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിച്ച് സ്വർഗത്തിൽ സമ്മാനങ്ങൾ ഒരുക്കി വയ്ക്കാൻ, സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ വർദ്ധിക്കാൻ, ഒരു സ്പിരിച്വൽ അക്കൗണ്ട്, സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ വർദ്ധിക്കാൻ നിന്റെ കരങ്ങൾ പാവപ്പെട്ടവരിലേക്ക് നീക്കുക. പിശാച് മഹാസൂത്രക്കാരനാണ്. അവൻ പരിശ്രമങ്ങളെ തകർത്ത് കളയുന്നവനാണ്. മനുഷ്യ കരങ്ങളെ പൈശാചികമാക്കി മാറ്റുന്ന 5 കാര്യങ്ങൾ. 1, പിശാചിനെ പരാജയപ്പെടുത്തിയ യേശുവിൽ നിന്ന് മനുഷ്യരെ അകറ്റി നിർത്തുക. യേശു സ്ഥാപിച്ച തിരുസഭയിൽ നിന്ന് അകറ്റി നിർത്തുക. യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാനയിൽ നിന്ന് അകറ്റി നിർത്തുക. യേശു സ്ഥാപിച്ച കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്തുക. യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നും അകറ്റി നിർത്തുക. ഇത് ഒരു പൈശാചികമായ പീഡയാണ്. കരങ്ങൾ പാവപ്പെട്ടവരിലേക്ക് നീട്ടാൻ പറ്റാത്ത വണ്ണത്തിൽ പിടിച്ചു കെട്ടുന്ന ഒരു ബന്ധന മേഖലയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിൻ്റെ പക്കലേക്ക് ഞങ്ങളിതാ കരങ്ങൾ നീട്ടി, കരങ്ങൾ ഉയർത്തി ഞങ്ങൾ വിളിക്കുന്നു. സങ്കീർത്തനത്തെ നാം വായിക്കുന്നു. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ. അഭിഷേകം നിറയട്ടെ, നിറയട്ടെ. അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കരങ്ങൾ അങ്ങയുടെ കരങ്ങൾ പോലെയാക്കി മാറ്റണമേ, ദൈവ കരങ്ങളാക്കി മാറ്റണമേ. യേശുവേ, 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 യേശുവേ. അനുഗ്രഹിക്കൂ നാഥ, അനുഗ്രഹിക്കൂ. ദൈവകരമാകാൻ അനുഗ്രഹിക്കൂ. ചേർത്ത് പാടുക. അനുഗ്രഹിക്കൂ നാഥ, അനുഗ്രഹിക്കൂ. ദൈവകരമാകാൻ അനുഗ്രഹിക്കൂ. വചനം പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. കർത്താവേ, കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, വലിയ കടക്കണിയിൽപ്പെട്ടവരിലേക്ക്, തീരാ ദുഃഖങ്ങളിലേക്ക്, പരാജയത്തിൻ്റെ കടലിൽ മുങ്ങിത്തപ്പുന്നവരിലേക്ക്
ഒരു സ്നേഹത്തിൻ്റെ കരവുമായി കടന്നു നീങ്ങുവാൻ നീ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. നമുക്ക് കരങ്ങൾ ഉയർത്താം, കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ കരങ്ങളും ദൈവ കരങ്ങളായി മാറട്ടെ, കർത്താവിൻ്റെ കരങ്ങളായി മാറട്ടെ. യേശുവേ, 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 യേശുവേ. അനുഗ്രഹിക്കൂ നാഥ, അനുഗ്രഹിക്കൂ, ദൈവകരമാകാൻ അനുഗ്രഹിക്കൂ. വചനം പറയുന്നു, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. മകളെ, ദിവ്യകാരുണ്യനാഥൻ ഈശോ നമുക്ക് തന്ന സമ്പത്ത്, ആരോഗ്യം, ഊർജം, കൃപകൾ ദൈവത്തിനായി വ്യയം ചെയ്യുക. നമ്മുടെ പാപപ്പെട്ടവരായ മക്കളിലേക്ക്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളിലേക്ക്, ക്യാൻസർ രോഗികളിലേക്ക്, ട്യൂമർ രോഗികളിലേക്ക് നമ്മളാൽ പറ്റാവുന്ന വിധത്തിൽ സഹായിക്കുക. നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളായി മാറും. കരങ്ങൾ ഉയർത്തിക തന്നെ വിളിക്കാം. യേശുവേ, 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 യേശുവേ. അനുഗ്രഹിക്കൂ നാഥ, അനുഗ്രഹിക്കൂ, ദൈവകരമാകാൻ അനുഗ്രഹിക്കൂ. ഇതാ ഈശോ നമ്മുടെ പക്കലേക്ക് കടന്നു വന്ന് പറയുന്നു, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എത്രയോ ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് കേൾക്കുവാൻ എത്രയോ കുടുംബങ്ങൾ കാത്തിരിക്കുന്നു. ആകസ്മികമായി ഉണ്ടാകുന്ന മരണങ്ങൾ, പെടും മരണത്തിൽപ്പെട്ട് മരിച്ചു പോയിട്ടുള്ളവർ, വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവർ, കുടുംബം തകർന്നു പോയവർ, കോവിഡ് ബാധിച്ച് ഒരു നോക്ക് പോലും കാണാൻ പറ്റാതെ ഈ ലോകത്തൂടെ യാത്ര പറഞ്ഞു പോയവർ, അവിടെ പക്കലേക്ക് സ്നേഹത്തിൻ്റെ ഒരു കരമായി നമുക്കൊന്ന് കടന്നു ചെന്നുകൂടെ? രണ്ട് കരം ഉയർത്താം, രണ്ട് കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പിതാവേ, സ്തോത്രം, സ്തോത്രം, മഹത്വം, മഹത്വം, മഹത്വം. ദൈവത്തിൻ്റെ കരവുമായി ഭവനങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് കടന്നു വരുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, 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 യേശുവേ. അനുഗ്രഹിക്കൂ നാഥ, അനുഗ്രഹിക്കൂ, ദൈവകരമാകാൻ അനുഗ്രഹിക്കൂ. ഈശോ നമ്മോട് പറയുന്നു, ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായൊരു ഹൃദയം നിനക്ക് ഞാൻ തരും. ഇന്ന് എവിടെ പോയി മക്കളെ നമ്മുടെ വിശ്വാസം? തകർന്ന വിശ്വാസമല്ലേ നമ്മുടേത്? എന്തേ കൂദാശകളിൽ നിന്ന് അകന്നുപോയത്? സഭയിൽ നിന്ന് എന്തേ അകന്നുപോയത്? പരിശുദ്ധ അമ്മയിൽ നിന്ന് എന്തേ അകന്നുപോയത്? ഏകാന്തതയുടെ തടവറയിൽ നീ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ നിന്റെ പക്കലേക്ക് വന്നത് ഈശോയാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? നമുക്ക് കരങ്ങൾ ഉയർത്താം, കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, വിശ്വാസം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക്, ഭൂതാശകളിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന മക്കളിലേക്ക്, സഭയിൽ നിന്ന് അകന്നുപോയ കുടുംബത്തിലേക്ക് കർത്താവ് നീ കടന്നു ചെല്ലണമേ. സ്നേഹത്തിന്റെ കരവുമായി ഞങ്ങളിതാ യാത്രയാകുന്നു. യേശുവേ, 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 യേശുവേ. അനുഗ്രഹിക്കൂ നാഥ, അനുഗ്രഹിക്കൂ, ദൈവകരമാകാൻ അനുഗ്രഹിക്കൂ. വചനം പറയുന്നു, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും, ഇസ്രായേൽ ഭവനത്തെ അവിടുന്ന് ആശീർവദിക്കും. ഇന്നിതാ കർത്താവിൻ്റെ ആശീർവാദത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളോട് പറയുന്നു, നിന്റെ ആകുലതകൾ, ഉത്കണ്ഠകളെല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുക. നിന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധാലുവാണ്. ഒരു ദൈവ വിചാരം നമ്മുടെ മക്കൾക്കുണ്ടാകാത്തതിൻ്റെ കാരണം എന്തേ? ഒരു സ്നേഹ വിചാരം നമ്മൾ ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്തേ? നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഊർജം, നമ്മുടെ ദൈവകൃപകൾ മറ്റുള്ളവരുമായി നമ്മൾ ഷെയർ ചെയ്യാറുണ്ടോ? ഇന്ന് ദൈവമായ കർത്താവ് പറയുന്നു, നീ തോറ്റുപോയാലും, നീ പരാജയപ്പെട്ടു പോയാലും, നീ തകർന്നു പോയാലും നിന്റെ സവിധത്തിലേക്ക് ഞാൻ വരും. നിന്റെ കൈകളെ ഞാൻ ബലപ്പെടുത്തും, നിന്റെ മുട്ടുകളെ ഞാൻ ബലപ്പെടുത്തും.
ദൈവത്തിൻ്റെ കരമായി പ്രവർത്തിക്കുവാൻ സർവശക്തിയും തന്ന് അനുഗ്രഹിക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൻ ഹല്ലേലൂയ 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 സ്വരമുയർത്തി കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, നിന്റെ പക്കൽ ഞങ്ങളുടെ പക്കലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവിചാരം കൊടുക്കണമേ. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, ദാസികളാണെന്ന് ചിന്തിക്കുവാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹൃദയം തകർത്ത് സ്തുതിക്കുക, ജനകോടികൾക്ക് കൂടി പ്രാർത്ഥിക്കുക. കൈയും കാലുമില്ലാത്തവർക്ക് പകരമായി സ്തുതിക്കുക, സ്വരമില്ലാത്തവർക്ക് പകരമായി സ്തുതിക്കുക. യേശുവേ 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 ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ അനുഗ്രഹിക്കൂ നാഥ, അനുഗ്രഹിക്കൂ. ദൈവകരമാകാൻ അനുഗ്രഹിക്കൂ. എല്ലാവരും ചേർന്ന് പാടുക. അനുഗ്രഹിക്കൂ നാഥ, അനുഗ്രഹിക്കൂ. ദൈവകരമാകാൻ അനുഗ്രഹിക്കൂ. വചനം പറയുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലങ്കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവല്ല ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ നീ സഹായിച്ചത്, ഏതെങ്കിലും ഭവനത്തിൽ കടന്നുപോയത്. കർത്താവിൻ്റെ കൈ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അവിടുത്തെ വാത്സല്യമാണ് നമ്മെ സമ്പന്നരാക്കി തീർത്തത്. നമ്മുടെ ഏകാന്തതയിൽ, നമ്മുടെ ദുഃഖത്തിൻ്റെ വേദനയുടെ വലിയ വീർപ്പുമുട്ടലിൽ, വലിയ നിരാശകളിൽ, വലിയ അപകർഷതാബോധങ്ങളിൽ യേശു നമ്മുടെ പക്കലേക്ക് കടന്നു വന്ന നിമിഷം നീ ഓർമ്മിക്കുന്നില്ലേ? ആ കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. ആ കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് മുട്ടുകൾ മടക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളിൽ വന്ന് നിറയട്ടെ. സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ. അനേകം മക്കളുടെ കരങ്ങൾ പാവപ്പെട്ടവരിലേക്ക് ദൈവത്തിന് സ്വീകരിച്ച നന്മകൾ ദൈവ മക്കൾക്കായി വിതച്ചു കൊടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ആത്മീയമായ സമ്പത്ത്, ഭൗതികമായ സമ്പത്ത് പങ്കിട്ടനുഭവിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിശാചിന്റെ കുതന്ത്രങ്ങളെ ഞങ്ങൾ തകർക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങൾ ചലിക്കട്ടെ. കരയുന്നവരെ കണ്ണുനീരുടയ്ക്കുവാൻ, പാവപ്പെട്ടവരെ സഹായിക്കുവാൻ ഞങ്ങളുടെ കരങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ ജീവിതങ്ങൾ ഉണരട്ടെ. യേശുവേ യേശുവേ. സ്വരമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി സ്തുതി, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതൊന്നും എന്റേതല്ല, എല്ലാം തന്നതല്ലേ. ഇതൊന്നും ഞാൻ നേടിയതല്ല, എല്ലാം